പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മരണം ഇനിയും ഉൾക്കൊള്ളാൻ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമായിട്ടില്ല. 8 മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുന്ന രഞ്ജിത നാട്ടിൽ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായാണ് എത്തിയത്. ജൂലൈ മാസത്തോടെ നാട്ടിലേക്ക് തിരികെ എത്തി പുല്ലാടുള്ള പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കി അവിടേക്ക് താമസം മാറാനിരിക്കെയാണ് വിമാന ദുരന്തം ആ സ്വപ്നങ്ങളെയെല്ലാം എരിച്ചു കളഞ്ഞത്. ഇരവിപേരൂർ OEM സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി ഈതിക അമ്മ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും വീട്ടിനകത്തുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മൂത്ത മകൻ ഇന്ദുചൂടനും അമ്മയുടെ മരണം വിശ്വസിക്കാനായിട്ടില്ല. രഞ്ജിത ജീവനോടെ തിരിച്ചെത്തണമെന്നായിരുന്നു ഇന്നലെ മരണവാർത്ത അറിയുന്നതുവരെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥന. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് രഞ്ജിതയുടെ വേർപാട്. അതിലേറ്റവും വലുതായിരുന്നു ഒരു വീടെന്ന സ്വപ്നം. ഗൃഹപ്രവേശ ചടങ്ങിനടക്കം തീയതി തീരുമാനിച്ച് ഉടൻ തിരിച്ചെത്താമെന്ന് പറഞ്ഞാണ് രഞ്ജിത UK പുറപ്പെട്ടത്. എന്നാൽ ഈ വീട്ടിലേക്ക് ഇനിയെത്തുക രഞ്ജിതയുടെ ചേതനയറ്റ ശരീരം. കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി സ്വന്തം ഭവനത്തിൽ ആക്കുക എന്നുള്ളത് രഞ്ജിതയെ സംബന്ധിച്ചോളം ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു രഞ്ജിത അധ്വാനിക്കുന്നത്. വീടിൻ്റെ പാലുകാച്ചൽ നടത്തി ഓണത്തിൻ്റെ സമയത്ത് ഔദ്യോഗികമായി ഗൃഹപ്രവേശനം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് മടങ്ങി വരാം എന്നുള്ള പ്രതീക്ഷയും രഞ്ജിതയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മരണമറിഞ്ഞ് വീട്ടിലെത്തിയവരെല്ലാം ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നിസ്സഹായരായി നിന്നു. കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തിയ മന്ത്രി വീണ ജോർജും വിതുമ്പി. നാടിന്റെ വിയോഗമെന്നും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വീണ ജോർജ് പറഞ്ഞു. സർക്കാർ തലത്തിൽ ആശയവിനിമയങ്ങൾ നടത്തുന്നതായും DNA സാമ്പിൾ സ്ഥിരീകരണമുണ്ടായാൽ മൃതദേഹം വിട്ടുകിട്ടുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡന്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. സർക്കാർ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.